ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അമേരിക്കയിലെ അതായത് സിക്കിൻ്റെ ഒരു സമൂഹം വളരെയധികം ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ട, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആൻറ്റി ഇന്ത്യ സിഖ് മൂവ്മെൻറ്റ്, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട്. ബൈഡൻ അഡ്മിനിസ്ട്രേഷനോട് പല ആവർത്തി മോദി ഗവൺമെൻറ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു ഇവരെ നിലക്ക് നിർത്തി ഇവർ ഡെയിലി പ്രസ്താവനകൾ ഇറക്കുവാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ. ഖാലിസ്ഥാനുമുള്ള വാദം, ഇന്ത്യയിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഈ പറയുന്ന സിഖ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ഈ ലോസ് ഏഞ്ചലസിലുണ്ടായിരുന്ന സമയത്ത് അവിടെ സാൻ ബെർണാഡിനോയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് നടത്തുന്ന സിഖുകാർ. അപ്പം ഷെയർ ഇൻ പഞ്ചാബ് ലൈൻ എന്നാണ് ഈ പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം. അപ്പം ഞാനവിടെ പോയിരിക്കുമ്പോഴും അവിടെ മുഴുവനും ഈ ബിഡ്രൻവാലയുടെ ഫോട്ടോയും മോദിക്കെതിരെ വെടിവെക്കുന്ന അജിത് ഡോവലിന് ഫോട്ടോകളായിട്ട് മുഴുവനാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനകത്ത്. അതിൻ്റെ ഉടമയായിട്ട് ഞാൻ ലോഹ്യമായി. അപ്പം മനസ്സിലാക്കുക, ആ റെസ്റ്റോറൻറ്റിൽ വരെയാണ് ഇന്നലെ റെയ്ഡ് നടന്നത്. അതായത് അമേരിക്ക ആകമാനം ആ റെയ്ഡ് നടന്നത്. അതായത് ഗുരുദ്വാരകളിലും പത്ര റിപ്പോർട്ടിങ് വരുന്നത് ഗുരുദ്വാരം ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും. പിന്നെ അവിടുത്തെ പത്രങ്ങൾ ചിലത് റിപ്പോർട്ട് ചെയ്യുന്ന ലേറ്റ് എഡിഷൻ കണക്റ്റിക്കറ്റ്, അവിടെ റെയ്ഡ് നടന്നു. അതേപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെ റെയ്ഡ് നടന്നു. അതായത് പല സിഖ് ബിസിനസ്സുകാർ, അതായത് ചീമ ട്രക്ക്, അതായത് ലോറി ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു. അമേരിക്ക ആകമാനം റെയ്ഡ് നടന്നു. ഞാനാ പോയിരുന്ന റെസ്റ്റോറൻറ്റിൽ ഒരു 4-5 ജോലിക്കാരനെ സർദാർമാർ, ഇവരെല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവരെയൊക്കെ പോലീസ് പോക്കി. എന്നിട്ട് ആ സർദാറിനോട് പറഞ്ഞു, ഇവിടെ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റിനകത്ത് ഏതെങ്കിലും രീതിയിൽ ആൻറ്റി ഇന്ത്യ ക്യാമ്പയിനോ പരിപാടിയോ നടത്തുവാണെങ്കിൽ ഹോട്ടലിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആ സർദാറുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. പുള്ളി ആകെ പേടിച്ചിരിക്കുക, പുള്ളിയുടെ ഹോട്ടലിൽ പൂട്ടുമോ എന്നുള്ള രീതിയായി. അയാളുടെ ജോലിക്കാരെ മുഴുവനും അവിടുന്ന് പറഞ്ഞ് ഇത്ര ദിവസങ്ങളും ബാക്ക് ചെയ്തോണം പുറത്ത്. കാരണം ഇവരെല്ലാം ബേസിക്കലി കാനഡയിലുള്ള സിഖുകാർ. നേരത്തെ പഞ്ചാബിൽ നിന്ന് കാനഡ വന്നു. ഇപ്പോൾ കാനഡയിൽ എംപ്ലോയ്മെൻറ്റ് അത്ര പെട്ടെന്ന് കിട്ടാൻ പാടാണ്. അപ്പോൾ അവരവിടെ നിന്നെല്ലാം ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയതാണ്. അപ്പോൾ അവരോടും പറഞ്ഞ് പോയിക്കോളാൻ. അറിയാൻ സാധിക്കുന്ന ഏകദേശം 400ഓളം അനധികൃതമായിട്ട് ഇന്ത്യയിൽ, അമേരിക്കയിൽ വന്നിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയ സിഖുകാർ. ഈ 400 പേര് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയും കൂടെ നടക്കുന്നവരാണ്. അവരെയാണ് പാക്ക് ചെയ്യുന്നത് ഏറ്റവും ആദ്യം. ഇവർ ഈ ഇന്ത്യയിൽ നിന്നുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇത് കൂടുതലും ബ്രിട്ടനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. അവരോട് പറഞ്ഞ് പോയിക്കുവാണ്. പല ഗുരുദ്വാരകളിലും വളരെ സ്ട്രിക്റ്റായിട്ട് ഓർഡർ കൊടുത്തേക്കുവാണ്. ഒരു കാരണവശാലും ഇവിടെ ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗണ്ട നടത്താൻ പാടില്ല. അതേപോലെ ഗുർപ്രത് സിംഗ് പന്നു, അയാൾ എവിടെ മുങ്ങി. അയാൾ കാനഡ അമേരിക്കൻ സിറ്റിസനാണ്. അയാളിപ്പം കാണാനില്ല. മനസ്സിലാക്കുക, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് എലക്ട് ചെയ്ത ശേഷം ഈ പറയുന്ന ആൻറ്റി ഇന്ത്യ അവരോട് പറഞ്ഞു വളരെ സൂക്ഷിച്ച് വേണം ഇന്ത്യക്കെതിരെ പറയാൻ. 100% നടപടിയെടുക്കുക. അത് ട്രംപ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ എനിക്ക് പിടികിട്ടി ട്രംപ് നടപടിയെടുക്കുക. അതാണ് പെട്ടെന്ന്. അപ്പോഴേ ജസ്റ്റിസ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സംഭവം പല സ്റ്റേറ്റുകളിലെയും പോലീസ് ഒരേപോലെ ആക്ട് ചെയ്തു. അമേരിക്ക ആകമാനം റെയ്ഡ് നടന്നു. ഒറ്റ ദിവസം കൊണ്ട് രാത്രിയിലൊക്കെയാണ് പിടിച്ച് ഇവരെ തൂക്കിയെടുത്തുകൊണ്ടങ്ങ് പോയി. അല്ലെങ്കിൽ മനസ്സിലാക്കുക, 400ഓളം ഇല്ലീഗൽ ഇമിഗ്രൻ്റ്. പിന്നെ ഉണ്ട് 10,000-3000 പേരോളം ഉണ്ട് ഇതിനകത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അത് മീഡിയ റിപ്പോർട്ട് ചെയ്തില്ല. എന്താ ഉണ്ടായത്? രസകരമായൊരു സംഭവം. രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ട അവിടുത്തെ സിംപോസിയവും കോൺഫറൻസും നടത്തിയതല്ല ഈ കാശ്മീരിലുള്ള മുസ്ലിം ഗ്രൂപ്പും മറ്റുള്ള മുസ്ലിം ഗ്രൂപ്പും, അതായത് സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും, അതേപോലെ ഒത്തിരി സർദാറും സിഖുകാരും ഉണ്ട്. അവരോട് മുഴുവൻ അമേരിക്കയിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അതൊരു ഒരു വളരെയധികം പോസിറ്റീവ് ന്യൂസാണ്. അവരോട് പറഞ്ഞു ഇവിടെ വിട്ടുപോയിക്കുക. പിന്നെ അവിടെ സിറ്റിസൺ ആയിട്ടുള്ള പല അധ്യാപകരും സ്റ്റുഡൻസിനോടും പറഞ്ഞു
അവർക്ക് താക്കീത് കൊടുത്തു, കേസ് എടുക്കുന്നു പറയും. അവർക്കെതിരെ കേസ് കൊടുത്തു. കാരണം ഇവരെല്ലാം തന്നെ ഈ ഹമാസിന് അനുകൂലമായിട്ടും പാലസ്തീന് അനുകൂലമായിട്ടും പ്രശ്നം ഉണ്ടാക്കിയവരാ. അപ്പം അവരോടും പറഞ്ഞു, അവർക്ക് താക്കീത് കൊടുത്തു, അവരോട് പറഞ്ഞു ഇനിയും താക്കീതും കേസ് കൊടുത്തു, അതെന്നാ സ്ട്രിക്റ്റായിട്ട് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അതായത് പണ്ട് നിങ്ങളെ ഓർമ്മയുണ്ടായി, രാഹുൽ ഗാന്ധി കൂടെ പോയിട്ട് ഇന്ത്യക്കെതിരെ ജനാധിപത്യം പോകുന്നു, അത് പോകുന്നു, ഇന്ത്യയിൽ നരഹത്യ നടക്കുന്നു, ജനസൈഡ് നടക്കുന്നൊക്കെ ചുമ്മാ വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്റ്റ് ചെയ്ത ആൾക്കാരെയും അവിടുത്തെ ചില അധ്യാപകർ, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പോയിട്ട് ഇവിടെ നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് മറ്റു പല ഭാഗത്തു നിന്നും അപ്പോൾ അവിടെ വന്ന് അമേരിക്കയിൽ പോയി അസംബിൾ ചെയ്ത് അവിടെ പഠിക്കുന്ന പേര് വെച്ച് ഇന്ത്യക്കെതിരെ പ്രൊപ്പഗണ്ട നടത്തിയവർക്കെതിരെ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ ഹോസ്റ്റ് ചെയ്തവർക്കെതിരെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. പക്ഷെ അവർക്ക് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നടപടിയെടുത്തില്ല. ഈ 2 ദിവസം കൊണ്ട് ഈ തൂക്കുന്ന കൂട്ടത്തിൽ ഇവരെയും കൂടെ അങ്ങ് തൂക്കി. അവരോടും പറഞ്ഞ് പോയിക്കോളാം. അവർ നിലവിളി കരച്ചിലുമായിട്ട് ഇന്ത്യയിലുള്ള പല കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ വിളിക്കുക. എന്ത് ചെയ്യും? കാരണം അവർ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പരിപാടി. അപ്പം സംഭവം മനസ്സിലാക്കുക, ഇന്ത്യക്കെതിരെ ഒരു പരിപാടി ഇനി അമേരിക്കയിൽ നടക്കത്തില്ല. ഇതിൻ്റെ തെളിവാണ് ഈ സിഖ് ഗുരുദ്വാരകളിലും സിഖ് ബിസിനസ് ഹൗസുകളിലും അവിടെയുള്ള ബിഗ് കോർപ്പറേറ്റ് ഹൗസുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇന്ത്യ വിരുദ്ധ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അവിടുത്തെ ട്രക്കുകളിലെല്ലാം വിദ്രംബാല, ജയ് പഞ്ചാബി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള PR-ഉം പരിപാടികളൊക്കെ ആവിഷ്കരിക്കുക. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുള്ള ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റ്, അതിന് ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നും കാനഡ. ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കനേഡിയൻ അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞു അവിടെയുള്ള ഇന്ത്യ വിരുദ്ധ സംഭവങ്ങൾ അവിടെ നിന്നോട്ട് കയറി വരുന്നുണ്ട്, അവിടെ അനുവദിക്കാൻ പാടില്ല. അതായത് ജസ്റ്റിൻ ട്രൂഡോ അഡ്മിനിസ്ട്രേഷൻ താക്കീത് കൊടുത്തു, നിങ്ങളിതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യരുത്, ഇത് ലോകത്ത് സമാധാനം തകർക്കും. അതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രത്യേകത. ഒരു കാരണവശാലും ഇതേപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനും ആൻറ്റി ഇന്ത്യ സംഭവങ്ങളും അവരൊരു കാരണവശാലും വെച്ച് പുലർത്തില്ല. ഇതേ സമയം വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്ക ബ്രിട്ടനോടും പറഞ്ഞു, ഓസ്ട്രേലിയയോടും പറഞ്ഞു, അവിടെയും ഇതേപോലെ ഇന്ത്യക്കെതിരെയുള്ള സംഭവങ്ങൾ നിർത്തണം, ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം. ഓസ്ട്രേലിയയോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, ബ്രിട്ടനോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ അംബാസഡർ അവിടുത്തെ ഗുരുദ്വാരയിൽ പ്രേ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ത്യ വിരുദ്ധരായ സിഖുകാർ അയാളെ തടയുകയും അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. കാനഡയിൽ പല ആവർത്തി ഇന്ത്യക്കാർക്കെതിരെ ഈ പറയുന്ന സിഖുകാർ, അതായത് സിഖ് ഫെനറ്റിക് ഗ്രൂപ്പ്, അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓടിച്ചു കളയണമെന്ന് പറഞ്ഞു. ഹിന്ദുക്കൾ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പോകണമെന്ന് പറഞ്ഞു. അതിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം പല ആൾക്കാരും പറയും ട്രംപും മോദി ഒന്നും ബന്ധമില്ല, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞ പോട്ടം പറഞ്ഞു, പലരും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോദി. ട്രംപിന് മോദി കഴിഞ്ഞ് ലോകത്ത് മറ്റൊരു നേതാവുമായിട്ട് ബന്ധമുള്ള ഉറപ്പായിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് നല്ല ബന്ധമാണ്. ഇസ്രായേൽ, അതാണ് അവരുടെ ബന്ധം, കാരണം ജൂയിഷ് കമ്മ്യൂണിറ്റി. പക്ഷെ മോദിയുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, സത്യപ്രതിജ്ഞയ്ക്ക് ഒന്ന് ആ പ്രശ്നമുണ്ടായി 2 ദിവസം കഴിഞ്ഞ് മുഴുവനും പിഴുതെറിഞ്ഞ് ദൂരെ കളയാൻ പോവുക. ഇപ്പം അവിടുത്തെ SGPC, അവിടുത്തെ സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, അവിടെ ഈ ഗുരുദ്വാര നടത്തുന്ന ഒരു സീനിയറായിട്ടുള്ള സർദാറിനോട് പറയുക, അയാൾക്ക് പേടി, ന്യൂജേഴ്സിയിലുള്ള അയാൾക്ക് എന്നാൽ അവരുടെ ഗുരുദ്വാര അടയ്ക്കാൻ. കാരണം ഗുരുദ്വാരയിൽ സേവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നത്. അപ്പം അവരെ വെച്ച് മുഴുവൻ ഇന്ത്യ വിരുദ്ധ സംഭവങ്ങൾ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അയാളുടെ പേടി എന്ന് പറയാൻ എപ്പോഴും ഈ ഗുരുദ്വാര അടയ്ക്കുന്നത് പറയാൻ പറ്റത്തില്ല, അൺസർട്ടനിറ്റി ആയി. ഇതായിരുന്നു ആവശ്യം ഇന്ത്യക്ക്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇത് ആവശ്യമായിരുന്നു. ഇതേപോലെ ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യുന്ന, ഞാൻ വീണ്ടും ആവർത്തിക്കും, ചില മലയാളികളുണ്ട് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളും മറ്റു കമ്മ്യൂണിറ്റികളും വലിയ തീവ്രമായിട്ട് ലെഫ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പോയില്ല എങ്കിൽ ഇതേപോലെ സുപ്രഭാതത്തിൽ നിന്നെയും തൂക്കും. കാരണം ഒരു കാരണവശാൽ ആ രാജ്യത്തിനനുസരിച്ച് പോയിക്കോണം. അവിടെ ഭരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഭരണം മാറുന്നതനുസരിച്ച് നിങ്ങളെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് വളരെ കരുതിയായിരിക്കണം ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക ഇതേപോലുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർ
ഇതേപോലെയുള്ള ആൻറ്റി സോഷ്യൽ ഇന്ത്യ എലമെൻറ്റിനെ നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ എന്നാണ് തൂക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം പല സ്റ്റുഡൻസിനെ ഇന്ത്യ ഈ രാഹുൽ ഗാന്ധി ഹോസ്റ്റ് സ്റ്റുഡൻസിനെ രാത്രി 11 മണിക്കാണ് പൊക്കി വെക്കുന്നത്. അതായത് വലിയ കുറ്റവാളി രാത്രി 11 മണിക്ക് അവിടെ നിന്ന് പൊക്കി വെക്കുന്നത് അധ്യാപകർ, എന്നിട്ടാണ് നേരെ കൊണ്ടുപോയിട്ട് ഡിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ കണ്ട് ഇതൊക്കെ വരും വാർത്ത ഇങ്ങനെ പറയുമ്പോഴും ഇതേപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കൺട്രോളിലൊന്നും അല്ല. ലോകത്തിൻ്റെ ഒരു കൺട്രോളുണ്ട്, ആ കൺട്രോളിലാണ് പോകുന്നത്. അതിന് നേതാക്കൾ പലരും മാറി വരും. നിങ്ങളെപ്പോഴും അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂട്രൽ സ്വഭാവത്തോടു കൂടി പോവുകയാണ്. അല്ലാതെ ഹമാസിനെ പിന്തുണയ്ക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്നു, ഇവരെ പിന്തുണയ്ക്കുന്നു, ഇതൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നടക്കും. അല്ലാതെ മറ്റൊരു ചില സന്ദർഭങ്ങളിലൊക്കെ അടിച്ചങ്ങ് ഒതുക്കും. എന്താണ് PFIക്ക് ഉണ്ടായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഇതൊക്കെ നിങ്ങളുടെ തലയിലിട്ടിരിക്കണം. അല്ല നിങ്ങൾ ചാടിക്കയറി കളിക്കുന്നതല്ല. ഒരു വേൾഡ് ഒരു ലോകത്തിൻ്റെ ഒരു പോക്ക്, ആ പോക്കിനെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട സന്ദേശം.